അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് മൺസൂൺ റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ്, വീഡിയോസ്, അതുപോലെ തന്നെ ന്യൂസ്, പിന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മൺസൂൺ റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ് വീഡിയോസിൻ്റെ 2 എണ്ണം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് പറയാൻ നിങ്ങൾക്ക് ആ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ സാധാരണ ഒരു മൺസൂൺ ടൈം ആകുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പാടി കൂട്ടിയിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നിങ്ങൾ കുന്നിൻ്റെയും മരയുടെ മേലൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കലുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഐഫോണിൽ ഇട്ടിട്ട് ഒന്ന് ഫിൽറ്ററിൽ ജസ്റ്റ് വല്ല ഡ്രാമാറ്റിക്കോ അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഐഫോണിൽ ഇട്ടിട്ട് ജസ്റ്റ് അതൊന്ന് വല്ല ഡ്രാമാറ്റിക്കിലെ ഏതെങ്കിലും ഫിൽറ്ററോ അല്ലാന്നുണ്ടെങ്കിൽ വിവിഡ് അല്ലാത്ത ഏതെങ്കിലും ഒരു ഫിൽറ്റർ ടൈപ്പ് ആയിട്ടുള്ള ഇതിലേക്ക് ഒന്ന് ഇട്ടിട്ട് നിങ്ങൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാറുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ലൈറ്റ് റൂം ആപ്ലിക്കേഷൻ വെച്ചിട്ട് ആ ഒരു ഫോട്ടോക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മൂഡി ടൈപ്പിലേക്ക് എഡിറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, വലിയ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ ലൈറ്റ് റൂമിൻ്റെ പ്രീമിയം ആണെന്നൊന്നുമില്ല, നമുക്ക് സാധാ നോർമൽ ലൈറ്റ് റൂം വെച്ചിട്ടും ഈ ഒരു മൂഡി ടൈപ്പിലേക്ക് നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കണ്ടു നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ചാനൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറയുന്നത് ഇതേപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ മൂഡി ടൈപ്പിലേക്ക് സെറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് റൂം മൊബൈൽ എന്നുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ പൊതുവേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും ലൈറ്റ് റൂം മൊബൈൽ എന്നുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ ഞാനിതവിടെ ലൈറ്റ് റൂം മൊബൈൽ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരുന്ന ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏകദേശം ഒരു മൂഡി ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോയതാണ്. ഇപ്പോൾ ഒന്നാമത് നിങ്ങൾ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ ഇതേപോലത്തെ ഉള്ള സ്ഥലത്തേക്കൊക്കെ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു വൈബ് തന്നെ ഉണ്ടാവുക. അല്ലാതെ നമ്മൾ ഈ ഒരു മൂഡി ടൈപ്പിലേക്ക് എന്താ പറയുക, നമ്മൾ ഈ നട്ടുച്ച വെയിലത്തുള്ള ഓരോ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതേപോലെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു മൂഡി ടൈപ്പിലേക്കാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് ഏകദേശം ഇതേക്കെ പോലെയുള്ള ഒരു ടൈപ്പിലുള്ള ഫോട്ടോസ് നിങ്ങൾ ആഡ് ചെയ്യണം. കാരണം ഇതേപോലെ ആ ഒരു ഫോഗ് കാര്യങ്ങളൊക്കെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം, ചെറുതായിട്ട് ആ ഒരു ആകാശത്തിൻ്റെ അവിടെ ആയിട്ട് കാണാം, നിങ്ങൾക്ക് കാണാം ഒരു മഞ്ഞിങ്ങനെ ഇറങ്ങി നിൽക്കുന്നത്. പിന്നെ അതേപോലെ ആ ഒരു കോട അതിൻ്റെ അടിയിൽ പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഗ്രാസും കാണാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫോട്ടോയിലാണ് നമ്മൾ ആ ഒരു മൂഡി ടൈപ്പിലേക്ക് മാറ്റാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതവിടെ ലൈറ്റ് റൂമൊക്കെ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ആയിട്ട് നമ്മൾ ഇതിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓരോ ടൂൾസ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ ഫോട്ടോസ് ഇതേ സെറ്റപ്പിൽ നിങ്ങൾക്ക് മൂഡിയായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല തോന്നുന്നു ചിലവർ, നമ്മളൊരു ലൈറ്റ് റൂം മൊബൈലിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ടു എൻഡ് വരുന്ന ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഈ ഒരു ലൈറ്റ് റൂം പ്രീസെറ്റ്സിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്ത കുറച്ച് സീറ്റുകളും ഇനി ബാക്കിയുള്ളത്. ഓക്കെ, അപ്പോൾ ചെറിയ ഫീ മാത്രമേ ഉള്ളൂ, വലിയ 10,000 ഫീ ഒന്നുമില്ല, ഒരു 300 ആ റേഞ്ചുള്ള ഫീ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു മൂഡി ടൈപ്പിലേക്ക് ഫോട്ടോ എഡിറ്റിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിലിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ കറക്റ്റ് ഓരോ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ സെറ്റ് ചെയ്തെടുക്കുക, പിന്നെ നിങ്ങൾ ലാസ്റ്റിക്ക് അല്ലാതെ ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ഒരു ഫൈനൽ ടച്ച് ആയിട്ട് അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങളെ വീഡിയോ ഫോട്ടോക്ക് അനുസരിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫസ്റ്റത്തെ എടുക്കുന്ന ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ലൈറ്റ് ഓപ്ഷൻ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് ആദ്യം പോണ ടൂൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ ഓവറായിട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് എക്സ്പോഷർ കുറച്ച് കഴിഞ്ഞാൽ ഓവർ ലൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇരുട്ട് രൂപത്തിൽ കിട്ടാൻ വേണ്ടി എക്സ്പോഷർ ഒന്ന് നൈസായിട്ട് നിങ്ങൾക്ക് കുറച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്തായാലും എക്സ്പോഷർ ഒന്ന് കുറച്ചിട്ടുണ്ട്. ശേഷം കോൺട്രാസ്റ്റ് ഞാനിതാ ഒന്ന് കുറച്ച് കൊടുത്തു. അപ്പോൾ കോൺട്രാസ്റ്റ് കുറച്ചതിന് ശേഷം പിന്നെ അടുത്തത് ഹൈലൈറ്റ് ആണ്. ഹൈലൈറ്റ് പറയുമ്പോൾ ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ ആ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം മൂഡി ടൈപ്പിലാണ് നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓവർ ലൈറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കരുത്. അപ്പോൾ ഞാനിതവിടെ ഹൈലൈറ്റ് ഫുള്ളായിട്ട് മൈനസ് ചെയ്തിട്ടുണ്ട്. ശേഷം ഷേഡോസ് ആണ്. ഷേഡോസ് ഞാൻ നൈസായിട്ട് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഷേഡോസ് ഞാൻ ഒന്ന് കൂട്ടി കൊടുത്തു. പിന്നെ അടുത്ത ഓപ്ഷൻ വരുന്നതാണ് വൈറ്റ് എന്നുള്ളത്. അപ്പോൾ വൈറ്റ് ഭാഗം ഞാൻ ഒന്ന് കുറച്ചിട്ടുണ്ട്, ഒരു 30 ഓക്കെ, ഒരു 30 റേഞ്ചിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ഞാൻ ഫുള്ള് 100ലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇതേ അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് കർവ് ഓപ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സാധാരണ ഓരോരുത്തർ ലൈറ്റ് റൂമിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഓരോ മെത്തേഡാണ് കാര്യം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചത്. ചിലർ ആദ്യം തന്നെ ഒരു കർവിൽ പോയിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ രണ്ടാമതാണ് കർവിലേക്ക് പോകാറ്. അപ്പോൾ ഞാൻ അതവിടെ കർവ് ഓപ്ഷൻ ഞാനവിടെ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അടിയിൽ കാണാം ഒരു വൈറ്റ് കളറ്, റെഡ് കളറ്,
പിന്നെ ഗ്രീന് ബ്ലൂ RGB എന്നുള്ളതിൻ്റെ ഇതാണത്. അപ്പോൾ നമ്മളിവിടെ വൈറ്റ് കളറാണ് ആദ്യം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ അങ്ങനെ ഓരോ ബോക്സുകൾ. അപ്പോൾ ഈ ഒരു ബോക്സിൽ മെയിനായിട്ട് പറയുമ്പോൾ ഹൈലൈറ്റ്, മിഡ് ടൂണ്, ആ ഒരു സെക്ഷനാണ് അത്. ഷാഡോ, വൈറ്റ്, ബ്ലാക്ക്, അങ്ങനത്തെ ഓരോ ഭാഗങ്ങളാണ് ഓരോ ബോക്സിനെയും പറ്റിയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക ഈ ഒരു ഗ്രാഫ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുക. നിങ്ങൾ ആ ഒരു ബോക്സിൽ കാണാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ പെറ്റി അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വരാം. അപ്പോൾ നിങ്ങൾ ആ വര വെച്ചിട്ട് ഞാൻ പോയിന്റ് വെക്കുന്നത് ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതവിടെ ഈ ഒരു വൈറ്റ് കളറാണ് ആദ്യം സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തിട്ട് ഞാൻ നൈസായിട്ട് അതിൻ്റെ ഈ ഒരു സെക്ഷൻ ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ആ ഒരു വൈറ്റിൻ്റെ ആ ഒരു സെക്ഷൻ ഇപ്പോൾ ഇവിടെ നൈസായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാം. ഓക്കെ, ശേഷം അടുത്തത് റെഡ് കളർ ഞാൻ സെലക്ട് ചെയ്തു. റെഡ് കളറിൽ ഞാൻ ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആ ഒരു റെഡ് കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഗ്രീനാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു ഗ്രീനിൻ്റെ സെക്ഷൻ ഇപ്പോൾ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു ടെമ്പററി പോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ ലാസ്റ്റ് ഇതൊന്ന് ഫൈനൽ ആയിട്ടൊന്ന് ലാസ്റ്റ് ടച്ചും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതവിടെ സെറ്റ് ചെയ്തു. ഇനി അടുത്തത് ബ്ലൂ കളറ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു ബ്ലൂ കളറിൻ്റെ ഒരു ഭാഗം കൂടി ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അടിയത്തെ ആ ഒരു കർവിൻ്റെ ഗ്രാഫിൻ്റെ സെക്ഷൻ ഇപ്പോൾ നമ്മളവിടെ കഴിഞ്ഞു. അടുത്തത് കളർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കളറിൽ ഞാൻ ടെമ്പറേച്ചർ ഒന്നും ചെയ്യണില്ല. അപ്പോൾ ഏകദേശം നമ്മളൊരു ടെമ്പറേച്ചറിൻ്റെ സെക്ഷൻ ഏകദേശം നമ്മുടെ ഫോട്ടോ തന്നെ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ ടിൻ്റ് ഒന്ന് ഒരു -13 ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം വൈബ്രൻസ് ഞാനൊന്ന് കുറച്ച് കൊടുത്തു. പിന്നെ അടുത്തത് സാച്ചുറേഷനാണ്. സാച്ചുറേഷൻ ഞാൻ ചെയ്യുന്നത് കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കൂട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എന്താ അങ്ങനെ കളറ് കൂട്ടി പോകണം. നമ്മൾ ലാസ്റ്റിക്ക് സെറ്റ് ചെയ്യും, നിങ്ങൾ കണ്ടോ? ഓക്കെ, ഇപ്പോൾ അതാ നമ്മുടെ ഫോട്ടോ ഇങ്ങനെ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ ഓവർ സാച്ചുറേറ്റഡ് പോലെയാണ് ഇപ്പോൾ നമ്മളിത് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫൈനൽ ആവണുള്ളൂ, നിങ്ങൾ വെത്തപ്പാട് പിടിക്കരുത്. ഓക്കെ, ഇനി അടുത്തത് നേരെ കളർ മിക്സിൻ്റെ ഓപ്ഷൻ പോയി. ഇവിടെയാണ് നമ്മൾ കളർ കറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ പോകുന്നത് ഗ്രീൻ കളർക്കാണ്. ഗ്രീൻ കളർ പോയിട്ട് അതിൻ്റെ ആ ഒരു സാച്ചുറേഷൻ അങ്ങോട്ട് കുറച്ച് കൊടുക്കുക. സാച്ചുറേഷൻ കുറച്ചിട്ട് ഒരു 70-75 റേഞ്ചിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കണ്ടോ സാച്ചുറേഷൻ കുറച്ചപ്പോൾ തന്നെ നല്ല വ്യത്യാസം വന്നുണ്ടോ. ഇനി അടുത്തത് ഞാൻ ഹ്യൂ ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്, ഒരു 40 ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ലൂമിനസ് ആണ്. അപ്പോൾ ലൂമിനസ് ഞാൻ നൈസായിട്ടൊന്ന് കുറച്ച് കൊടുത്തു. കണ്ടോ, ഈ ഒരു ഫോട്ടോ ഇപ്പോൾ ഇതേ രൂപത്തിൽ കിട്ടി. ഇനി അടുത്തത് യെല്ലോ കളറാണ്. യെല്ലോ കളർ ഞാൻ ചെയ്യുന്നത് യെല്ലോൻ്റെ ഒരു സാച്ചുറേഷൻ ഞാൻ നൈസായിട്ടൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലെ ഒരു യെല്ലോ കളറിൻ്റെ ഹ്യൂ ഞാൻ ഒരു 20-25 ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം അതേപോലെ തന്നെ അതിൻ്റെ ലൂമിനസും ഞാൻ ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ലൂമിനസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചാൽ മതി. ലൂമിനസ് കുറക്കുമ്പോൾ നമ്മൾ ആ ഒരു ഓമനപ്പുഴ പോലത്തെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു ചെടി, ആ ഒരു സാധനമാണ് ആ കളർ അഡ്ജസ്റ്റ് ആവുന്നത്. കണ്ടോ, അപ്പോൾ ഞാനതൊരു ലൂമിനസ് ഞാൻ കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്, ഉണ്ടായിക്കോട്ടെ. ഓക്കെ,
അപ്പോൾ ആ ഒരു സെക്ഷൻ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു ഓറഞ്ച് കളർ ഉണ്ട്. ഓറഞ്ച് കളർ നമ്മുടെ സ്കിൻ ടൂണിൻ്റെ കളർ സെറ്റ് ചെയ്യണതാണ്. അപ്പോൾ ഈ സ്കിൻ ടൂണിൻ്റെ കളർ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയിൽ സ്കിൻ നല്ല ഡാർക്കോ അല്ലെങ്കിൽ നല്ല സാച്ചുറേറ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സാച്ചുറേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഏകദേശം അതൊന്നും ചെയ്യണില്ല. ഓക്കെ, പിന്നെ അടുത്തത് റെഡ് കളറാണ്. റെഡ് കളർ ഞാൻ ചെയ്യണത് റെഡ് അതിനതിൽ മാത്രമേ ചെയ്യാനൊന്നുമില്ല, കാരണം നമ്മളതിൽ റെഡിൻ്റെ ഒരു സെക്ഷൻ അല്ല ഇതിൽ. ഓക്കെ, പിന്നെ അടുത്തത് ബ്ലൂ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. ബ്ലൂ കളറിൽ ഞാൻ സാച്ചുറേഷൻ ഫുള്ളായിട്ട് കുറച്ച് കൊടുത്തു, ഒരു 80 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇത് സ്കൈ ബ്ലൂ, ഇത് ഈ ഒരു ടൈപ്പ് ബ്ലൂ, ഇത് കറക്റ്റ് ചെയ്ത വയലറ്റോ അങ്ങനെ ഇതൊക്കെയാണ് സംഭവങ്ങൾ, സാധനം പൊടി കിട്ടിയാൽ മതി. ഓക്കെ, അടുത്തത് സാച്ചുറേഷനായി ഇതിൻ്റെ കുറച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ സാച്ചുറേഷൻ ഞാനൊരു എന്താ പറയുക ഒരു 40-45 ഇട്ടിട്ട് അതിൻ്റെ ലൂമിനസ് ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഹ്യൂ ഞാനൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു 14 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഈ ഒരു 2 കളറുകളാണ്. ഇത് രണ്ടും നമ്മുടെ ഫോട്ടോയിലില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ കളർ കറക്ഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് ഇപ്പോൾ നമ്മുടെ ഈ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ശേഷം ഇനി അടുത്തത് എഫക്റ്റിൽ പോവുക. എഫക്റ്റിൽ നിങ്ങൾക്ക് മേലെ കാണാം ഗ്രെയിന്, വിഗ്നിറ്റി, എഫക്റ്റ് എന്നുള്ള അങ്ങനെ കുറച്ച് ഓപ്ഷൻസ്. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ എഫക്റ്റിൻ്റെ ഡീഹൈസ് ഞാൻ നൈസായിട്ടൊന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഡീഹൈസ് ഞാൻ നൈസായിട്ടൊന്ന് കൂട്ടി കൊടുത്തു. ശേഷം പിന്നെ അടുത്തതാണ് ഗ്രെയിൻസ് എന്നുള്ളത്. ഗ്രെയിൻസ് നിങ്ങളുടെ ഫോട്ടോക്ക് ചിലവർക്ക് ഗ്രെയിൻസിലെ ഫോട്ടോസൊക്കെ വളരെയധികം ഇഷ്ടകാരം. അപ്പോൾ ഞാൻ ഇതാണ് ഗ്രെയിൻസ് എന്നിട്ട് നമ്മുടെ ഫോട്ടോയിൽ ഒരു പിരി സാധനം വരുന്നത്. അപ്പോൾ ഞാൻ ഗ്രെയിൻസ് കാര്യങ്ങളൊന്നും ഞാൻ ഇതിൻ്റെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല, അത് ഓപ്ഷനിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തതാണ് വിഗ്നിറ്റി എന്നുള്ളത്. വിഗ്നിറ്റി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്നിറ്റി ഒന്ന് മൈനസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനടിയിൽ കുറച്ചും കൂടി ഓപ്ഷൻസ് വരും. എന്നിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് ഞാൻ ഒരു 70 റേഞ്ചിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റൗണ്ട്നെസ്സും ഞാൻ ഏകദേശം ആ ഒരു സെയിം ഏകദേശം ആ ഒരു ലെവലിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഡീറ്റെയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കളർ നോയ്സ് ഷാർപ്പനിങ് കൊണ്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫോട്ടോക്ക് വേണ്ടതിനനുസരിച്ചിട്ട് ഷാർപ്പനിങ് അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒന്ന് പൊടിക്ക് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് നൈസായിട്ട് കൂട്ടി കൊടുത്തിട്ടുണ്ട്. നോയ്സ് ഞാൻ നൈസായിട്ടൊന്ന് കൂട്ടി, അതേപോലെ ഡീറ്റെയിൽ ഒന്ന് കൂട്ടി കൊടുത്തു. ഡീറ്റെയിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷൻ ഇപ്പോൾ അവിടെ ഫിനിഷായി. ഈ ഒരു വിഗ്നിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ വിഗ്നിറ്റി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോൻ്റെ സ്കൈൻ്റെ ഒരു സെക്ഷൻ്റെ ഭാഗം കൂടി കണ്ടോ ഒരു എന്താ പറയുക ഒരു ഡാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിഗ്നിറ്റി കുറച്ച് കൊടുക്കുകയാണ്, അങ്ങനെ ഒരു സുഖം തോന്നില്ല. അപ്പോൾ ഞാൻ വിഗ്നിറ്റി അവിടുന്ന് 0 തന്നെ മാറ്റിയിട്ടുണ്ട്. ഡീറ്റെയിൽ നമ്മൾ ചെയ്തു. ഇനി അടുത്തതാണ് കളർ ഗ്രേഡിങ്ങിൻ്റെ ഓപ്ഷൻ. ഈ ഗ്രേഡിങ്ങിൻ്റെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതല്ല, എനിക്ക് ഇവിടെ അടിയിൽ നിങ്ങൾക്ക് കാണാം ഷേഡോസ് എന്നുള്ള ഓപ്ഷൻ. അത് ശരിക്കും ഇങ്ങനെ കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഏറെ ഒന്നും കൂടെ അടിയിൽ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഷേഡോസിൽ ഞാൻ ഇതൊരു ഹ്യൂ എന്നുള്ളത് ഞാനൊരു 220 സംതിങ്ങിൽ ഇടുന്നുണ്ട്, ഒരു 227 ഇടുന്നുണ്ട്. പിന്നെ അതിൻ്റെ സാച്ചുറേഷൻ ഞാൻ ഒരു 42 കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, 42. പിന്നെ അടുത്തത് മിഡ് ടൂണാണ്. മിഡ് ടൂൺ ഞാൻ ഒരു 80 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു 80 ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് സാച്ചുറേഷൻ ഞാനൊരു 10 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഹൈലൈറ്റ് എന്നുള്ളത്. ഹൈലൈറ്റ് ഞാൻ ചെയ്യുന്നത് ഹൈലൈറ്റ് ഒരു 235 ഹൈലൈറ്റ് ഇടുന്നുണ്ട്. പിന്നെ അതിൻ്റെ സാച്ചുറേഷൻ ഞാനൊരു 60 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു 60 ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് കാണാം ബ്ലെൻഡിങ് എന്നുള്ളത്. ഈ ഒരു ബ്ലെൻഡിങ് എന്നുള്ളത് നമ്മൾ കൊടുത്തതൊന്ന് നമ്മളെ ഫോട്ടോയിലേക്ക് ആ ഗ്രേഡ് ബ്ലെൻഡ് ചെയ്യിപ്പിക്കുന്നതാണ്. അത് ഞാനൊരു 70-75 ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഫോട്ടോ ഈ ഒരു രൂപത്തിലുള്ളത് ഇപ്പോൾ നമുക്കൊരു മൂടി ടൈപ്പിലേക്ക് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് പറയാം. ഇപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാ നമ്മുടെ
പ്രോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അല്ലാന്നുണ്ടെങ്കിൽ പ്രീമിയം അല്ലാതെ ലൈറ്റ് റൂമിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനിയുള്ള 2 ഓപ്ഷൻസ് പറയുന്നത് ഒന്ന് ബ്ലർ നമുക്ക് നിങ്ങളുടെ ഫോട്ടോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ബ്ലർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റ് റൂം പ്രീമിയം ആക്കണം. അപ്പോൾ പ്രീമിയം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് സ്റ്റോറിൽ നിന്നാണെന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് എത്ര 167 റുപ്യായിട്ടുള്ളൂ പ്രീമിയം ആക്കാനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആപ്പ് സ്റ്റോർ വഴി കറക്റ്റ് ലൈറ്റ് റൂമിൻ്റെ OG തന്നെ നിങ്ങൾക്ക് പ്രീമിയം ആക്കി എടുക്കാം. പിന്നെ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ വെർഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ബ്ലർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഈ ഫോക്കസിൻ്റെ സെക്ഷൻ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ഞാൻ പോയിന്റ് കറക്റ്റ് ചെയ്തിട്ട് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ബ്ലറിന്. എന്നിട്ട് താഴത്തെ അപ്ലൈ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്ലറിൻ്റെ കാര്യത്തിൽ ഞാൻ നൈസായിട്ട് കൂട്ടി കൊടുത്തു. പിന്നെ അടുത്തതാണ് മാസ്കിങ് ഞാൻ ചെയ്യുന്നത് അറിയാം. നേരത്തെ നമ്മൾ ആ വിഗ്നിറ്റി അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ സ്കൈൻ്റെ സെക്ഷൻ നമുക്ക് അവിടുന്ന് ഒരു എന്താ പറയുക ഒരു ബ്ലാക്ക് സാധനം അതിൻ്റെ 2 കോർണറിൽ നിന്ന് വന്നല്ലോ. അപ്പോൾ അതില്ലാതെ നമുക്ക് അടിഭാഗത്ത് നിന്ന് അങ്ങോട്ട് മേലേക്ക് ഒരു ബ്ലാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലീനിയർ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്തിട്ട് ഈ അടിയിൽ നിന്ന് മേലേക്ക് ഒന്ന് ഇങ്ങനെ നൈസായിട്ട് ഒന്ന് ഇട്ടിട്ട് എക്സ്പോഷർ ഒന്ന് നൈസായിട്ട് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലീനിയർ ഗ്രേഡിയൻ്റ് തന്നെ എടുത്തിട്ട് ഈ ഒരു സ്കൈൻ്റെ ഈ ഒരു സെക്ഷനിൽ ഇങ്ങനെ ഒന്ന് വെക്കുക. എന്നിട്ടൊന്ന് എക്സ്പോഷർ കൂട്ടി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്പോഷറിന് പകരം കോൺട്രാസ്റ്റാണ് കൂട്ടി. ഇതേപോലെ എക്സ്പോഷർ നിങ്ങൾക്ക് ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു കളറ് പോയിട്ട് അതിൻ്റെ ഈ ഒരു ടെമ്പറേച്ചർ ഒന്ന് നൈസായിട്ട് ഇത് ടെമ്പറേച്ചർ കൂട്ടിക്കാൻ ഒരു യെല്ലോ കളർ കയറും. നമ്മൾ മൂടിയായതുകൊണ്ട് നമുക്കൊരു വാം കളറല്ലല്ലോ, നമുക്കൊരു കൂളായിട്ടുള്ളൊരു കളറല്ലേ കിട്ടുന്നത്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ഒരു മൂഡി ടൈപ്പിലേക്കുള്ള ഒരു ഫോട്ടോ എഡിറ്റിംഗ് ഇപ്പോൾ ഇവിടെ ഫിനിഷിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഉള്ളൊരു ഫോട്ടോനെ ഇപ്പോൾ നമ്മളൊരു മൂഡി ടൈപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫോട്ടോ എഡിറ്റ് ചെയ്തെടുക്കാതെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൈറ്റ് റൂം പ്രീസെറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിൽ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റ് റൂം പ്രീസെറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ലൈറ്റ് റൂം ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട, നിങ്ങൾക്ക് സുഖമായിട്ട് ലൈറ്റ് റൂമിൽ ഫോട്ടോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പഠിക്കാൻ പറ്റും. അപ്പോൾ ചാനൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.